അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ തഫ്ഹീമു തിലാവ എഴുത്ത് പരീക്ഷയ്ക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. വിട്ട അക്ഷരങ്ങൾ എഴുതാം. അപ്പോൾ അവിടെ ഒന്നാമത്തെ പ്രവർത്തനം വിട്ട അക്ഷരങ്ങൾ എഴുതാനാണ്. അവിടെ 4ഓളം ഫോട്ടോകളും അതിൻ്റെ അടിയിൽ അതിൻ്റെ പേരും നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ചേർത്തി എഴുതണം. അപ്പോൾ ഒന്നാമത്തേത് ഒരു ഡോക്ടറാണ് അല്ലേ. അപ്പോൾ ഡോക്ടറിന് എന്താണ് അറബിയിൽ പറയുക? ബീബുൻ എന്നവിടെ നൽകിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ അക്ഷരം ത്വായാണ് അല്ലേ. ത്വബീബുൻ. എന്താണ്? ത്വബീബുൻ. രണ്ടാമത്തത് ഒരു കാളയുടെ ഫോട്ടോ ആണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പഠിച്ചത്? സൗറുൻ. അവിടെ എന്താണ് വേണ്ടത്? സൗറുൻ. സ ആണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അടുത്തത് കുറച്ച് കയറാണ് അല്ലേ. അപ്പോൾ കയറിന് എന്താണ് അവിടെ? ബലൂൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കാനുള്ളത് ഹായാണ് അല്ലേ. ഹബലുൻ. എന്താണ്? ഹബലുൻ എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഇനി അടുത്തത് ഒരു ജിറാഫിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ അതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സറാഫത്തുൻ അല്ലേ. അപ്പോൾ അവിടെ സായാണ് എഴുതി ചേർക്കാനുള്ളത്. സറാഫത്തുൻ എന്നാണ് അറബിയിൽ എന്തിന് പറയുക? ജിറാഫിന് പറയുക. അപ്പോൾ ഒന്നാമത്തത് തൊബീബുൻ, 2 സൗറുൻ, 3 ഹബലുൻ, 4 സറാഫത്തുൻ. ഇനി അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ചിത്രങ്ങളുടെ പേരുകൾ എന്ത് ചെയ്യണം? അറബിയിൽ എഴുതണം. അപ്പോൾ ഏതാണ്? ഒന്നാമത്തത് ഒരു മീനാണ് അല്ലേ. മീനിന് എന്താ അറബിയിൽ പറയുക? സമക്കുൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സമക്കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണ്. അപ്പോൾ അവിടെ സമക്കുൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ആ ഫോട്ടോ കണ്ടില്ലേ, സ്ട്രോബെറി അല്ലേ. അപ്പോൾ സ്ട്രോബെറിക്ക് എന്താണ് പറയുക? ഷലീഖുൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പറയുക? ഷലീഖുൻ. അപ്പോൾ അവിടെ താഴെ എന്ത് എഴുതി കൊടുക്കുക? ഷലീഖുൻ എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് ഒരു പൂവാണ്. പൂവിന് എന്താണ് നമ്മൾ പഠിച്ചത്? വർധുൻ. അപ്പോൾ അവിടെ വർധുൻ. ഒന്നാമത്തത് സമക്കുൻ, 2 ഷലീഖുൻ, മൂന്നാമത്തത് വർധുൻ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കി എഴുതാനാണ്. വളരെയധികം അത് നോക്കിയിട്ട് അതുപോലെ തന്നെ എഴുതിയാൽ മതി. കബ് ഖബുൻ, കബ് കബുൻ. അത് അതുപോലെ നോക്കി എഴുതുക. രണ്ടാമത്തതോ ലുബ് ലുബ്. എന്താണ്? ലുബ് ലുബ്. ഇനി നാലാമത്തത് നിറം നൽകാം. അപ്പം നബത്തുൻ ദർബുൻ. അപ്പോൾ അതിന് നല്ല രൂപത്തിൽ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യണം? നിറം നൽകണം. അപ്പോൾ ഈ നിറം നൽകാനുള്ള ചോദ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എക്സാമിന് പോകുമ്പോൾ നമ്മൾ കളറ് കയ്യിൽ കരുതൽ നിർബന്ധമാണ്. അപ്പോൾ രക്ഷിതാക്കൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.